ആകാശ് എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ബാലൻ എന്ന് ചെയ്യുന്ന കേന്ദ്ര അത് കെ കെ മേനോനാണ് ചെയ്യുന്നത്. അപ്പൊ ബാലൻ എന്ന കഥാപാത്രത്തിന്റെ ആൺമക്കളിൽ രണ്ടാമത്തെ മകനാണ്. 5 മക്കളാണ്. 5 മക്കളിൽ 3ാമത്തെ മകനാണ്. ആൺമക്കളിൽ രണ്ടാമത്തെ ആകാശ് എന്നുള്ള ഒരു പാവം ചെറുപ്പക്കാരൻ, ഒരു പഞ്ചപാവം ചെറുപ്പക്കാരൻ. റിയൽ ലൈഫിൽ അങ്ങനെയാണോ? റിയൽ ലൈഫിൽ പിന്നെ പാവമാണ്. ആരും ഇങ്ങനെ മോശം സ്വന്തമായിട്ട് പറയത്തില്ലല്ലോ, പിന്നെ പാവം തന്നെ സ്വന്തമായിട്ട് പറയത്തുള്ളൂ. ഇല്ല, പോസിറ്റീവ് ക്യാരക്ടർ, നെഗറ്റീവ് ക്യാരക്ടർ അല്ല. നെഗറ്റീവ് അല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സീരിയലിലൊക്കെ ഞാൻ നെഗറ്റീവ്, ഫസ്റ്റ് പോസിറ്റീവായിട്ട് നെടുനീള ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഇതിനു മുമ്പ് നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ? ഇതിന് മുമ്പ് ചെയ്ത സീരിയൽസ് ഒക്കെ ഏതായിരുന്നു? ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മില്ലേനിയത്തിന്റെ തന്നെ പ്രൊഡക്ഷനിലുള്ള അനുരാഗ ഗാനം പോലെ എന്നുള്ള സീരിയലാണ് സി കേരളത്തില്. അതാണ് എന്റെ ഫസ്റ്റ് സീരിയല്. അതിലും നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. എന്നുവെച്ചാൽ പക്ക വില്ലൻ അല്ല, പക്ഷെ ക്രൂക്കട്ട് മൈൻഡുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെങ്ങനെയാണ് നെഗറ്റീവ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അത് നമ്മുടെ കവിത നായരുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അപ്പം അതായത് ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട്, അതായത് ഹീറോയുമായിട്ടുള്ള റിലേഷൻ ആയി കഴിയുമ്പോൾ തന്നെ അതില് കുശുമ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വില്ലന്മാരുടെ കൂടെ കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് ഇവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിന്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ അത് ഒത്തിരി എൻജോയ് ചെയ്ത ഒരു വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് അതിന്റെ ഇരട്ടി വില്ലനായിട്ട് ആണ് സൂര്യ ടിവിയിൽ വന്നത്. ആനന്ദരാഗം എന്ന് പറയുന്ന സീരിയൽ ഇപ്പം നിർത്തി കഴിഞ്ഞു. അപ്പോ അതിലെ ഇരട്ടി വില്ലനായിരുന്നു, ഒരു വൃത്തികെട്ട ആ ഒരു രീതിയിലുള്ള അടിപിടി അക്രമം. അത് ഹീറോയിന്റെ മുറച്ചെറുക്കൻ മുറച്ചെറുക്കൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അല്പം കോഴിത്തരവും എല്ലാം ഉള്ള, അതായത് നായികയെ കിട്ടുന്നില്ല. നായികയ്ക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞു. പിന്നെ ഉള്ളത് നായികയുടെ അനിയത്തിയാണ്, അതായത് എന്റെ മുറപ്പെണ്ണില് മറ്റേ ആള്. അപ്പൊ അതിനു വേണ്ടിട്ട് നടക്കുന്നു. അതും കിട്ടുന്നില്ല. പിന്നെ അവർ താമസിക്കുന്ന വീട്ടിലെ വേറൊരു കുട്ടിയെ പ്രേമിക്കുന്നു. അത് അഭിനയിച്ച് ഇതായിരുന്നു. അത് പിന്നെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ച് അഭിനയായിരുന്നു. റിയൽ ലൈഫിൽ കോഴിയല്ല. റിയൽ ലൈഫില് കോഴിയല്ലെന്നാണ് എന്റെ സ്വന്തമായിട്ട്. ബാക്കി കൂട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയും, ഇത് കാണുന്ന ഫ്രണ്ട്സ് എന്തോ എങ്ങനെ വരും. നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ കമന്റ് വരും. ചുമ്മാ ഇതൊക്കെ തള്ളാന്നോ. കോളേജിലൊക്കെ പഠിക്കുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടും അഭിനയിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞാൻ ചെയ്യാം. ഇതൊക്കെ എന്ത് നിസ്സാരം. നീ ഇതില് കോഴിയാണ്, ഇന്ന് ഞാൻ സെറ്റ് അടിപൊളിയായിട്ട് ചെയ്ത് ടേക്ക് വേണ്ട, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ സാധാരണഗതിയിൽ എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു ഇതൊക്കെ ഉള്ളു, അല്ലാതെ ഇതൊന്നുമില്ല. അപ്പം അതിനുശേഷം ഏഷ്യാനെറ്റില് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഏഷ്യാനെറ്റില് ഫസ്റ്റ് ആണ്. ഏഷ്യാനെറ്റില് ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് സാന്ത്വനം. അത് ഭയങ്കര, അതായത് നെഗറ്റീവ്സ് എല്ലാം ചെയ്ത് അതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അനുരാഗാനം പോലെ നമ്മുടെ പ്രൊഡ്യൂസർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മാഡത്തിന് അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു തന്നെ. അപ്പൊ അങ്ങനെ ഒരു വിളിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്ത് ആദ്യം വിളിച്ചത് വില്ലനാണ്, നെഗറ്റീവ് ആയിരിക്കും എന്ന് ഓർത്തു. ക്യാരക്ടറിനെ പറ്റി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിലായി ഇതില്ലല്ലോ, ഇത് വില്ലനല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു പഞ്ചപാവം കഥാപാത്രമാണെന്ന് പറഞ്ഞു. കൊള്ളാലോ, ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കോമഡി ചെയ്തു, വില്ലത്തരവും ചെയ്തു. അപ്പൊ പഞ്ചപാവം കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഇത് നോർമൽ പാവത്തിനെ കോട്ടിലും അപ്പുറം പാവമാണ് ഇതിനകത്ത്. അതൊന്നും അച്ഛന്റെ വാക്കിനൊരു മറുവാക്ക് പറയത്തില്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇതിപ്പം ചിലര് പറയുന്ന ഒരു നട്ടലില്ലാത്ത കഥാപാത്രമാണല്ലോ എന്ന് പറയും. പക്ഷെ എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ശാന്തനും സമാധാനപ്രിയം, അടിപിടി അക്രമമൊക്കെ വരുമ്പോഴത്തേനും കൂടാറുണ്ട്. അതായത് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, എന്തെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ കൂടി നിന്ന് അത് സെറ്റാക്കാറുണ്ട്. മനസ്സിലായി. അപ്പം ഈ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, ഈ സാന്ത്വനം 1ഉം സാന്ത്വനം 2ഉം. അപ്പൊ ഈ സാന്ത്വനം 1ഉം 2ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? അതിന്റെ സെക്കൻഡ് പാർട്ട് ആണോ ഇത്? കാരണം അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. സാന്ത്വനം 1ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പേര് മാത്രമേ ഉള്ളൂ. പേര് മാത്രം. അതല്ലാതെ നമുക്ക് കാസ്റ്റിനോ ക്രൂവിനോ യാതൊരു ബന്ധവുമില്ല. അത് എപ്പോഴും ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ 250 എപ്പിസോഡോട് ആകാറായി. അപ്പം ഇപ്പോഴും പലയിടത്തും കൺഫ്യൂഷൻ ഇതുപോലെ പറയാറുണ്ട്. പ്രത്യേകിച്ച് സീരിയൽ അധികം കാണാത്ത ആൾക്കാർ സാന്ത്വനം 1 കണ്ടിട്ട് സാന്ത്വനം 2 കാണാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 1ന്റെ സെക്കൻഡ് പാർട്ടാണ് 2 എന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആൾക്കാർ, ഒരുപാട് പേര് അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനല്ല. സാന്ത്വനം 2 ഒരു ബന്ധവുമില്ല. നമ്മൾ മൊത്തത്തിൽ എൻറ്റയർ ടീം, കാസ്റ്റും ക്രൂ എല്ലാം വ്യത്യാസമുണ്ട്. സാന്ത്വനം നമ്മളെ പേര് മാത്രം യൂസ് ചെയ്തു. പേര് മാത്രം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേ ഉള്ളൂ. അതെ.